ഞാൻ ഇന്നു മുതൽ നമ്മൾ മൈൻക്രാഫ്റ്റിൽ വൺ ബ്ലോക്ക് സീരീസ് തുടങ്ങാൻ പോവുകയാണ്. ഇത് ഞാൻ ഒത്തിരി ചിന്തിച്ച് നോക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു എപ്പോഴും മോഡും എപ്പോഴും ഞാൻ ഈ ഓരോ പാക്കിൻ്റെ വീഡിയോകൾ ഇടുന്നുണ്ട്, അത് അത്രയും രസമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാനൊരു വൺ ബ്ലോക്ക് സർവൈവൽ സീരീസ് തുടങ്ങാമെന്ന്. നമുക്ക് ഇതിനകത്ത് എൻഡറിങ്ങിനെ തോൽപ്പിക്കുന്ന വരെയുള്ളൊരു വില്ല്, അറ്റ്ലീസ്റ്റ് ഒരു 7-8 എപ്പിസോഡുള്ള ഒരു വില്ല സീരീസ് ആക്കാമെന്നാണ് ഞാൻ തീരുമാനിച്ചത്. അപ്പം നിങ്ങൾക്ക് ഈ ഐഡിയ എങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഇവിടെ വെൽക്കം ടു വൺ ബ്ലോക്ക് വന്നിട്ടുണ്ട്. ഇത് വെയിറ്റ് എ മിനിറ്റ്, ബ്രേക്ക് ദി ബ്ലോക്ക്. നമുക്കൊന്ന് ഈ പൊട്ട ഇൻസ്ട്രക്ഷൻസ് ഒന്നും വേണ്ട, നമുക്ക് എല്ലാം അറിയാം അല്ലേ? നിങ്ങൾ എന്നെ പോലെയാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ ഒരു എൻഡർമാൻ്റെ ഒരു പാർട്ടിക്കിളും വരുന്നുണ്ട്. പിന്നെ ഈ ബ്രേക്കിംഗ് മെത്തേഡ് ഉണ്ട്, ഇതിപ്പോൾ ഒരു സർക്കിൾ പോലെയായി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, നമുക്കപ്പോൾ പെട്ടെന്ന് പോവാം, പോയിട്ട് വീഴാതെ പോവാം. ഓക്കെ, നമുക്ക് ചെസ്റ്റ് ഓക്കെ ഓക്കെ അദ്ദേഹം ഇതാണ് ഈ സംഭവിക്കുന്നത്. ചെസ്റ്റിൽ ഇരിക്കുന്നത് നമുക്ക് നേരെ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ബ്ലോക്ക് പ്ലേസ് ചെയ്തിട്ട് ഇനി ഇത് പിടിക്കുക. ഓക്കെ, ഇച്ചിരി പാടാം, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് പ്ലാറ്റ്ഫോം നമ്മുടെ വൺ ബ്ലോക്ക് വേൾഡിൻ്റെ ഫസ്റ്റ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചെസ്റ്റും കൂടെ നമുക്ക് പൊട്ടിച്ച് കളയാം. ചെസ്റ്റിൻ്റെ ഈ ആനിമേഷൻ വേറെ. ഓക്കെ, എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്ഡേറ്റിംഗ് ഇൻ 20. ഓക്കെ, ഇത്ര സെക്കൻഡ് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത ഫേസ് തുടങ്ങും. എൻ്റെ ഒരു വാട്ടർ ബക്കറ്റ് ഉണ്ട്, ചെസ്റ്റ് നമുക്ക് ഉപകാരപ്പെടും. ഓക്കെ, നമുക്ക് ഇച്ചിരി വെയിറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ വൺ ബ്ലോക്കിൻ്റെ ഈ വേൾഡ് വേണമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക, ഞാൻ ഇതിൻ്റെ കറക്റ്റ് ലിങ്ക് അയച്ചു തരാം, നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇത് ലേറ്റസ്റ്റ് വെർഷനിൽ വർക്കാവും. ഓക്കെ, നമുക്ക് പുതിയ എന്തൊക്കെ വന്നു, നമുക്ക് ചാറ്റ് തുറന്ന് നോക്കാം. ഡ്യൂറേഷൻ 400 ബ്ലോക്സ് ഇനിയുണ്ട്. ഡേർട്ട്, ഗ്രാസ്, സ്റ്റോണ്, ഓക്ക്, ഫ്ലവർസ്, സീഡ്, പംകിൻ, ക്ലേ പോലത്തെ ബ്ലോക്സ് സ്പോണാവും. കൗ, പിഗ്സ്, ഷീപ്പ്, ചിക്കൻസ് സ്പോൺ ആവാൻ സാധ്യതയുണ്ട്. പ്രൊവൈഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലെയിൻസിൽ നമുക്ക് മോബ്സ് അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട്. വെയിറ്റ് എ മിനിറ്റ്, ഇത് സ്റ്റോൺ എൻ്റെ വുഡില്ല, ഒരു സ്റ്റോൺ തന്നെ ആദ്യം തരുവാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ബ്രേക്ക് ചെയ്യാൻ ഒത്തിരി സമയം എടുക്കും, വർഷമായി. ഓക്കെ, നമുക്ക് ക്ലേ കിട്ടിയിട്ടുണ്ട്. ക്ലേ പുതിയ ഐറ്റമായി. ഫെൻസ് വരുന്നത്, അതിനകത്ത് ഫെൻസിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. ഓക്കെ, പംകിൻ വരുമെന്ന് പറഞ്ഞായിരുന്നു. ക്ലേ പിന്നെയും വന്നു. ആവശ്യമില്ലാത്ത സ്ഥലം ഞാൻ തന്നെ നോട്ട് ചെയ്ത് വെച്ചേക്കാം. എനിക്ക് പംകിനും വേണം, ലീവ്സ് ഉണ്ട്. ഓക്കെ, അതിനിപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു വുഡ് ഇതാ പ്ലീസ്. വാട്ട് ദ ഹെൽ, ഈ കുന്നങ്ങൾ മാത്രമേ കിട്ടത്തുള്ളൂ. ഒരു ഷീപ്പല്ല, ഒരു വുഡ് കിട്ടത്തില്ല. പിന്നെ സ്റ്റോൺ പോണായി. ഇതൊരു ശല്യമാണെന്ന് വെച്ചാൽ ഈ മോഡുകാർ മണിക്കൂർ എങ്ങനെയാണ് നമ്മൾ ഇത്രയും നേരമായിട്ട് മൈൻഡ് ചെയ്യാൻ നമുക്ക് ഒരു. ഓക്കെ 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 ഓക്കെ, എനിക്കൊരു ചെസ്റ്റ് കിട്ടി. ആപ്പ് ഡാൻഡലിൻ എനിക്കിവിടെ വെച്ചാൽ മതി, ഇതും എനിക്കിവിടെ വെച്ചാൽ മതി. 2 വാട്ടർ പാക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഏരിയ എക്സ്പാൻഡ് ചെയ്യാം. ഇച്ചിരി മെനക്കേടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഫേസ് 2 എന്താ കംപ്ലീറ്റ് ആയോ? ഓക്കെ, ഇല്ല, അത് നമുക്ക് ഇറക്കി വെച്ച ചെറിയ. ഇതെന്തുവാ ഗൈസ്, ഇത് വേറെ നമുക്കൊരു. ഓക്കെ, വുഡ് കിട്ടി. യെസ് ഗൈസ്, നമ്മുടെ ഫസ്റ്റ് വുഡ് നമുക്ക് കിട്ടി.
യോ ഗായ്സ് നമ്മുടെ ഫസ്റ്റ് വുഡ് നമുക്ക് കിട്ടി. ആക്ച്വലി ഇത് കൂടെ ബ്ലാങ്ക്സ് ആയി. അപ്പോൾ നമുക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഓക്കെ, ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെക്കാം. മരത്തിനെ നമുക്ക് ഇപ്പോഴേ സ്പോൺ ചെയ്യണ്ട. ആ ഗൈസ് മരം ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ. പിന്നെ നമ്മൾ എന്തിനു പേടിക്കുന്നു? അതൊക്കെ ഞാൻ മരത്തിനെ ഇവിടെ വളരാൻ വേണ്ടി ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 5-6 വുഡും കൂടെ കിട്ടുമെന്ന് പിക്കാക്സ് ഉണ്ടാക്കാമായിരുന്നു. ഗൈസ് ഇത് ഇത്തിരി കഷ്ടമാണെന്ന് വെച്ചാൽ ഇത്. പിന്നെ നിങ്ങൾ വേറെ കാര്യങ്ങൾ ചിന്തിച്ച് കാണും. എൻ്റെ സറൗണ്ടിങ്സ് നോർമൽ മൈൻക്രാഫ്റ്റ് പോലെയല്ല, ഇത്ര റിയലിസ്റ്റിക് മേഘവും ഒരു സണ്ണും ഒക്കെ ഉള്ളത്. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ നേരത്തെ ഇട്ട വീഡിയോക്കകത്തുള്ള ആർത്തി ഷേഡറാണ്, പക്ഷേ ഇതല്ല. ഇത് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ പേരാണ് ഡേ ലൈറ്റ് ഷെയ്ഡർ. ഈ ഷെയ്ഡ് വളരെ റിയലിസ്റ്റിക്കും വളരെ നല്ലതാണ്. ഞാനിത് ഇപ്പോൾ 2 ആഴ്ചയായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ നല്ല ഷെയ്ഡറാണ്. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ 2 എണ്ണം ഉണ്ട്. ഇപ്പോൾ ഞാൻ തറ വീണേന് ജസ്റ്റ് മിസ്. ഇതിൻ്റെ 2 ടൈപ്പ് വെർഷൻ ഉണ്ട്. ഒന്നാണ് ഈ നോർമൽ വെർഷൻ, ഒന്ന് ലൈറ്റ് വെയിറ്റ് വെർഷൻ. ഞാൻ നേരത്തെ നോർമൽ ഉപയോഗിക്കുമായിരുന്നു, പക്ഷേ എൻ്റെ 4 GB റാം ആയതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ഭയങ്കര ക്രാഷ് ആകുമായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ അത് മാറ്റിയിട്ട് നമ്മുടെ ലൈറ്റ് വെയിറ്റ് വെർഷൻ എടുത്തു. ലൈറ്റ് വെയിറ്റ് വെർഷൻ്റെ അകത്ത് നിങ്ങൾക്ക് ഫോഗിൻ്റെ ആനിമേഷനും കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നോർമൽ വെർഷൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ സാപ്ലിങ്സും അതുപോലത്തെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം മൂവ്മെൻറ്റ് കാണും. എന്ന് വെച്ചാൽ ലീവ്സൊക്കെ, മരത്തിൻ്റെ ലീവ്സ് അതുപോലത്തെ ഒക്കെ എല്ലാം മൂവ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ നിങ്ങൾക്കിത് കാസ്റ്റ് ഫോർത്തിൽ നിന്ന് കിട്ടും. ഞാൻ ഒത്തിരി സംസാരിച്ചു. അപ്പോൾ നമുക്കിനിയും അടുത്തതിലോട്ട് പോവാം. ഓക്കെ, നമ്മളിത് വേറെ ഒരു ഫുഡേ കളക്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ 2ാമത്തെ ഫുഡ് കിട്ടി. പ്ലീസിൻ്റെ ഒരു ഫുഡും കൂടെ ഇപ്പം ഓക്കെ ഒരു ഫുഡും കൂടെ കിട്ടി. എനിക്ക് നമ്മൾ സ്റ്റാർട്ടായി വരുന്നുണ്ട്. ഈ സ്റ്റോൺ എന്ത് തന്നെ, ഇനി നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാം, അതേ വഴിയുള്ളൂ. ഓക്കെ, എനിക്ക് കുറച്ച് സ്റ്റിക്ക് വേണ്ടിയൊക്കെ ഇനി ഞാനൊരു പിക്കാക്സ് ഉണ്ടാക്കാം. ഓക്കെ, ഇനി നമുക്ക് സ്റ്റോൺ മൈൻ ചെയ്യാം. കാരണം ഇത്തിരി സ്റ്റോൺ കണ്ടോ ഒരു പിക്കാക്സ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വുഡിന് അങ്ങ് വരാൻ ഭയങ്കര മുന്നിരിക്കും. നമ്മൾ പെട്ടെന്ന് ഇതും കൂടെ മൈൻ ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് ഗ്രൈൻഡ് ചെയ്യണം. പിന്നെ ഞാനിവിടെ എനിക്ക് തോന്നുന്നു എൻ്റെ കോർഡിനേറ്റ്സും ഡേയ്സും ഓണാക്കിയോണ്ടാന്ന് തോന്നുന്നു നിങ്ങൾക്ക് കാണാത്ത. പക്ഷേ ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കുറേ സ്റ്റേജ് പ്ലെയിൻസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ കൂടെ നമുക്ക് ഇപ്പോൾ എത്ര എന്നാണ് നമ്മൾ 2 ബാർ എത്തി. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയും കൂടെ എത്തണം. ഓക്കെ, എനിക്ക് വുഡ് കിട്ടി തുടങ്ങി. ഇവരൊരു മോബ് സ്പോണായില്ല, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഓക്കെ, ഇനി ഞാൻ കുറച്ച് നേരം വരുന്നില്ല, നമുക്ക് പെട്ടെന്ന് ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കാം. ഈ പിക്കാക്സ് പൊട്ടുന്ന വരെ ഞാനിത് ഉപയോഗിക്കുന്നത്. കാരണം ഈ സ്റ്റോൺ പിക്കാക്സ് ഇപ്പോഴേ ഉണ്ടാക്കണ്ട. കാരണം നമ്മളിപ്പം വേറെ പ്രത്യേകിച്ച് ഒന്നും മൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. പിക്കാക്സ് പെട്ടെന്ന് ഒന്ന് പൊട്ട്. ഒരു ആക്സും കൂടെ ഉണ്ടാക്കേണ്ടി വരും. കാരണം ഈ ഫെൻസ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഫെൻസ് എന്തോ വരുന്നത്. ഓക്കെ, നമുക്ക് ചെസ്റ്റ് കിട്ടി. ആവശ്യമില്ലാത്ത സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ കുഴപ്പമില്ല, ചെസ്റ്റ് കൂടെ മൈൻഡ് ചെയ്തെടുത്തേക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഏരിയനെ എക്സ്പാൻഡ് ചെയ്യാം. അതിന് മുമ്പ് എനിക്കിത് പൊട്ടിച്ചിട്ട് നോ ഗൈസ്, ഇപ്പോൾ ഒന്നും നടന്നില്ലല്ലേ. ഇവിടെ ആരണ്ട ബ്ലോക്ക് ഇങ്ങനെ വെച്ച്? ഇങ്ങനൊന്നും ഞാൻ ബ്ലോക്ക് വെച്ചിട്ടില്ല. എനിക്കൊരു സാപ്ലിങ്ങും കിട്ടിയിട്ടില്ല, ഒന്നും നിങ്ങൾ കണ്ടുമില്ല. ഞാൻ പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യാം. എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഓക്കെ, ഇനി ഞാനിവിടെ നിന്ന് പിന്നെ ചെറുക ചെയ്താൽ മതി. ധൃതി ഒന്നും ഇരിക്കട്ടെ. ധൃതി വെച്ചാൽ എപ്പോൾ എന്ത് സംഭവിക്കുന്ന ആൾക്കറിയാം. ഞാൻ തറ വീഴ്ചാവും എല്ലാം സംഭവിക്കും. ഓക്കെ, എനിക്ക് ക്ലേ വെച്ച്
ബ്ലോക്ക് ഉണ്ടാക്കാം, എന്നിട്ട് ഇച്ചിരി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇതുവരെ ഒരു മോബ് സ്പോൺ ആയില്ല, അതാ എനിക്ക് മനസ്സിലാവാത്ത. എന്നെ തോന്നുന്ന ഷീപ്പ് അതുപോലത്തെ എല്ലാ മോബ്സും സ്പോൺ ആവുന്നുണ്ട്. എനിക്ക് കാണാൻ മൂണിനെ കാണാൻ ഭയങ്കര റിയലിസ്റ്റിക് ആണ്. ആക്ച്വലി മൂൺ മൂവ്മെൻറ്റും ഉണ്ട്. സൺ ഇതുവരെ താഴോട്ട് പോയില്ല രാത്രിയായിട്ട്. ഒക്കെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഫ്രൂട്ടിനെ എല്ലാം കൂടി ഇത് ചോപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ചെസ്റ്റ് പ്ലേസ് ചെയ്തേക്കാം. ചെസ്റ്റിനെ ഇവിടെ പ്ലേസ് ചെയ്യാം. ഈ ചെസ്റ്റായി. പിന്നെ നമുക്ക് ഈ പൂക്കളെയും എല്ലാത്തേക്ക് ഇതിനകത്തേക്ക് വെക്കാം. എനിക്കൊരു വാട്ടർ ബക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ ഇപ്പോൾ. ആക്ച്വലി എനിക്ക് 2 വാട്ടർ ബക്കറ്റിൻ്റെ ആവശ്യമില്ല. ചിക്കൻ്റെ ആവശ്യമില്ല, ഇതിൻ്റെ ആവശ്യമില്ല. വെയിറ്റ് സെക്കൻഡ്, എനിക്ക് സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. എനിക്കൊരു പിക്കാക്സ് ഓക്കെ, ഒരു പിക്കാക്സ്. ഇനി എനിക്ക് ഇച്ചിരി കൂടെ നമുക്ക് ഇതുകൊണ്ട് സ്റ്റിക്ക് ഉണ്ടാക്കാം. എന്നിട്ട് ഒരു സ്റ്റോണിൻ്റെ ആക്സ് കൊണ്ടുപോകാം. എന്തായാലും ഇപ്പോൾ ഹോസ്റ്റൽ മോബ് ഒന്നും വരുന്നില്ല, അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ക്രാഫ്റ്റ് ചെയ്യുന്നില്ല. സോഡ് ഓക്കെ ഓക്കെ മറ്റേ ഇപ്പോൾ കേട്ട സൗണ്ട് എഫക്റ്റ് കേട്ടപ്പോൾ എനിക്ക് മറ്റേ ഞാൻ റൊട്ടയ്ക്കകത്തുള്ള ജിസ് ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു സൗണ്ട് എഫക്റ്റ് ആവുന്നു. ഹലോ പിഗ് ബൈ. അപ്പോൾ നമ്മുടെ ഗൈസ്, അപ്പോൾ നമ്മുടെ 1 ബ്ലോക്ക് വേൾഡിലെ ഫസ്റ്റ് വിസിറ്റർ വന്നിരിക്കുന്നു. അതൊരു പിഗാണ്. ഇച്ചിരി മാറി നിൽക്കും പിഗ്. ഓക്കെ, സ്റ്റോൺ വന്ന് പറ്റി. ഈ ലീഫ് ബ്ലോക്ക് ഒക്കെ എന്താണ് സ്പോണാണ്? വാട്ട് ദ ഹെൽ, എനിക്ക് ഇന്നേരം ഒരു സ്പോണർ കിട്ടിയോ? അപ്പം ഞാൻ വല്ല SMBയിലായിരുന്നു ഇത് വെച്ചിട്ട് നല്ല പൈസ ഉണ്ടാക്കാറ്. വാട്ട് ദ ഹെൽ, എനിക്ക് പിന്നെ ഒരെണ്ണം കിട്ടി. അത് വെച്ച് എനിക്ക് XP കിട്ടി. നീ എന്തോ ഇങ്ങനെ തലയാട്ടി കാണിക്കുന്നത്? ചേച്ചി ഇത് കാണിക്കുന്നത്? ഞാനും എന്തൊക്കെയായി പറയുന്നേ? ഞാൻ പെട്ടെന്ന് അടുത്ത ജിറ്റ്സു, അടുത്ത ക്രൗ, ആരും ഒന്നും അനങ്ങല്ലോ. എന്തായാലും നമ്മുടെ നോർമൽ 1 ബ്ലോക്ക് പോലല്ലേ ഇത്. എന്ന് വെച്ചാൽ അടിയിൽ ഒരു ബെഡ് റോക്ക് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഗ്രാവിൽ എന്തെങ്കിലും സ്പോൺ ആവുന്നു എനിക്ക്. ഓക്കെ, എനിക്കൊരു സാപ്ലിംഗ് കിട്ടി. ഞാൻ ബ്ലോക്ക് ഇച്ചിരി പ്ലേസ് ചെയ്യാം. ക്രൗച്ചിൽ പോകും. പറയെ പോയി. ഇത്തിരി കഷ്ടമാണെന്ന് വെച്ചാലോ. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ ഇച്ചിരിയോടെ എക്സ്പാൻഡ് ചെയ്യാം. ഓറ കൊണ്ട് കാണിക്കില്ലേ, മാറിച്ച്. ഓക്കെ, നമുക്കപ്പോൾ നമ്മുടെ സാപ്ലിംഗ് ഇവിടെ പ്ലേസ് ചെയ്യാം. ക്രാഫ്റ്റിംഗ് ടേബിളിൽ നമുക്ക് മൂവ് ചെയ്യാം. ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിളിൽ നമുക്ക് ഇവിടോട്ട് വെക്കാം. ഓക്കെ, ഈ പിഗ് എന്തോ എനിക്ക് കാണിക്കുന്നത് എനിക്കറിയില്ല. ഓക്കെ, എന്നിട്ട് ഇതിൽ ഇവിടെ ഓരോ തെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടത്ത സാധനം എല്ലാം ഷിഫ്റ്റ് ചെയ്യാം. ആക്ച്വലി എനിക്കിത് വേണം, ഇതിനും വേണ്ട, ഇതും വേണ്ട, ഇതും വേണ്ട, ഇതും വേണ്ട. ഓക്കെ, പിഗ് ബൈ മാറും. ചിക്കനും ഉണ്ട് നമ്മളൊരു. പെട്ടെന്നെല്ലാം മൈൻഡ് ചെയ്യാം. എൻ്റെ ആക്സ് ഉണ്ട്, അത് വെച്ച് ആക്സ് ഉപയോഗിക്കും. ഇപ്പം നിന്നിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഞാനിവിടെ സ്റ്റോൺ പിക്കാക്സ് ഉപയോഗിക്കുന്നു. ഓക്കെ, നമ്മുടെ പ്രോസസ്സ് ആവുന്നുണ്ട്. ഞാൻ ഇതും കൊണ്ട് ഒപ്പിക്കും. നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ല, നമുക്ക് പെട്ടെന്ന്. ഓക്കെ, എനിക്ക് വേറെ ഓക്കെ 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 ലാഭ കിട്ടി. പിന്നെ എനിക്കൊരു കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കണം. എനിക്കൊന്നും മെസ്സപ്പ് ചെയ്യാൻ പറ്റില്ല. ചെറിയ തെറ്റെല്ലാം കഴിഞ്ഞു. ഇവിടെ ഉണ്ടാക്കണം. എൻ്റെ ഉള്ള ബ്ലോക്സ് എല്ലാം ഞാൻ എടുക്കാം. ഒരു വാട്ടർ ബക്കറ്റ് ഇതും കൂടെ എടുക്കാം. ചിക്കൻ
മൂന്ന് ക്ലേ ബ്ലോക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഇവരെല്ലാം ഇവിടെ ശല്യമാകുന്നുണ്ട്. ബേക്ക് ഇച്ചിരി നിങ്ങളെ നീങ്ങിച്ച്. ഒന്നു നിങ്ങളൊന്നും കണ്ടില്ല, എന്നോടൊന്നും ചോദിക്കാൻ വേണ്ട. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് നമ്മളൊന്ന് ഇവിടെ ഒതിരി നോക്കിയിരുന്നു ഇതൊന്ന് ഇന്നത് ഇനി എന്തെങ്കിലും വേണം. ഓക്കെ, നമുക്കിതിവിടെ ഇതിവിടെ വെക്കുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ വൺ ബ്ലോക്ക് കളിച്ചിട്ട് ഒത്തിരി ദിവസങ്ങളായി. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അത് എങ്ങനെയാണ്. ഓക്കെ, ഇതിവിടെ വെക്കാം. ചിക്കൻ ഫ്രൈ ഇറങ്ങിപ്പോൾ നമ്മുടെ ചെസ്റ്റ് നമുക്ക് ഇവിടെ വെക്കാം. ഇച്ചിരി സ്ഥലമില്ല ചെസ്റ്റ് വെക്കാൻ. വേണ്ടാത്ത സാധനം എല്ലാം ഇതിലോട്ട് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം ഇങ്ങോട്ട് വയ്ക്കോ, നിങ്ങളും വയ്ക്കോ. ഇച്ചിരിയുടെ ബ്ലോക്ക് മൈൻ ചെയ്യാം. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ലാവ ഇവിടെ വെക്കണം. എനിക്കൊരു ഡെർട്ട് ബ്ലോക്കോ സ്റ്റോൺ ബ്ലോക്കോ ഏതെങ്കിലും ഓർമ്മ വേണം. എനിക്ക് ഒരു സ്റ്റോൺ ബ്ലോക്ക് കിട്ടി. അല്ലെങ്കിൽ ഞാൻ ആക്ച്വലി ഡെർട്ട് തന്നെ ഉപയോഗിക്കും. ഓക്കെ, ഇത് ഇവിടെ വെക്കാം. ഇവിടുന്ന് ലാവനെ സ്പോൺ ചെയ്യുന്നു. ലാവ അവിടെ നിന്ന് വീഴുന്നു. ശരി, ലാവ അവിടെ വരെ എത്തട്ടെ. ചിക്കൻ അടങ്ങി. ഓക്കെ, അപ്പോഴും ഞാൻ ഇവിടെ വാട്ടർ വെക്കുന്നു. എന്നിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ലാവ പ്ലേസ് ചെയ്തു. വർക്കാവുന്ന എനിക്കൊരു ഉറപ്പില്ല. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ കോബിൾ സ്റ്റോൺ എനിക്ക് ആഹാരം വളരെ ഹങ്കർബോൺ കുറേ ഇത്ര ഇതെന്ത് വിളി. ഓ, മെമ്പർ ഹലോ. എനിക്കൊന്ന് എന്തൊരു ഗ്ലിച്ച് കാരണം ഇങ്ങനെ സംഭവിച്ച് നമ്മുടെ ഹങ്കർ ബാർ നമുക്ക് കാണാൻ പറ്റാത്തത്. പക്ഷേ കോബിൾ സ്റ്റോൺ ജനറേറ്റർ വർക്കായില്ല. വളരെ അഴുക്കം മാറുമോ? ഒന്നു അമ്മയോട് പണിപ്പിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇത് ഇവിടെ നിന്ന് മൈൻ ചെയ്യാം. വൺ മോർ ട്രൈ. ആക്ച്വലി എനിക്ക് ഇച്ചിരി കൂടെ മൈൻ ചെയ്തിട്ട് നമുക്ക് ഇച്ചിരി കൂടെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഇത് ഉണ്ടാക്കുമല്ലേ. ഓക്കെ, ഇപ്പം നമ്മുടെ ഹങ്കർ ബാർ കുറയുന്നുണ്ടായിരിച്ചു. ഓക്കെ, ഞാനിത് നമുക്ക് ഇവിടെ എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ഇതിലോട്ട് വെക്കുന്നു, ഇതിലോട്ട് വെക്കുന്നു. അപ്പോൾ നമുക്കിത് ഇവിടെ വരെ എത്തിക്കാം. ഇനി ഈ സ്റ്റോൺ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുക. ഈ സ്റ്റോൺ ഇവിടെ നിന്ന് സ്റ്റോൺ വേണം. ഇപ്പം ഇച്ചിരി കൂടെ പെർഫെക്റ്റ് ആയെന്ന് തോന്നുന്നു. ഇച്ചിരി കൂടെ അതല്ലല്ലോ ഇപ്പം തറവേണ്ട. ഓക്കെ,
എനിക്കിനി ഇവിടോട്ടും കൂടെ ബ്ലോക്ക് വേണം. പിന്നെ എൻ്റെ ഒരു വാട്ടർ ബക്കറ്റ്, അപ്പോൾ എനിക്ക് വാട്ടർ ബക്കറ്റ് റിസ്ക് ചെയ്യാൻ പറ്റില്ല. എനിക്കാകെ 2 വാട്ടർ ബക്കറ്റേ ഉള്ളൂ. ഓക്കെ, ചിക്കൻ മാറ് ഇവിടുന്ന് ലാവ പ്ലേസ്. ലാവ ആക്ച്വലി എനിക്ക് ഇച്ചിരി ആവശ്യമുള്ളത്. മാറി നിൽക്കല്ലേ, എനിക്ക് നല്ല പണി. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ബ്രേക്ക് ചെയ്യാം. ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, ഇത് വർക്കാവുന്നില്ല. എന്തുവാണ് ഇവിടെ കോബിൾ സ്റ്റോൺ ജനറേറ്റർ വർക്കാവാത്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. എന്താണെന്ന് ഞാൻ ഇനിയിപ്പോൾ കോബിൾ സ്റ്റോൺ ഉണ്ടാക്കുന്നില്ല. നമുക്കിനി ഇത് എടുത്ത എപ്പിസോഡിലോ ഞാൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഞാൻ അല്ലാതെ വീഡിയോക്കകത്ത് അല്ലാതെ ചുമ്മാ ഇന്ന് പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കിക്കോളാം. കാരണം നമ്മളൊത്തിരി ടൈം ഇത് കൺസ്യൂം ചെയ്യുന്നു. പിന്നെ ഞാൻ ഈ വീഡിയോനെ വളരെ ചെറുതാക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനി ഞാനൊരു ചെറിയ കട്ട് ചെയ്യാൻ പോവുകയാണ്, നമ്മൾ ഒത്തിരി മൈൻഡ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഗൈസ് നമ്മുടെ 1 ബ്ലോക്ക് വേൾഡിലോട്ടൊരു പുതിയ ആൾ വന്നിട്ടുണ്ട്, മഷ്റൂം ഗവ്. അപ്പം ഇവനെ വെച്ച് നമുക്ക് നല്ലൊരു കാര്യം ചെയ്യാം. ഞാനിവിടെ ബോൾ എടുത്തു. എനിക്കിനി അൺലിമിറ്റഡ് ഫുഡായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വിശക്കുമ്പോൾ ഒരു മഷ്റൂം സ്റ്റൂ എടുത്തിങ്ങനെ കൊടുക്കുക, ഈസി. അപ്പോൾ ഇവനെ എനിക്കിനി ഒരിക്കലും നഷ്ടപ്പെടാൻ പറ്റില്ല. അപ്പോൾ ഞാനിനി ഇച്ചിരൂടെ മൈൻഡ് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് പിന്നെ കട്ടിലോട്ട് പോവാം. ഒന്നോ ഞാൻ അറിയാതെ കീബോർഡ് മൗസ് കണക്ഷൻ പോയി, പിന്നെയും പോയി. ഓക്കെ, വാട്ട് ദ ഹെൽ. അപ്പോൾ ഗൈസ് ഞാൻ ഒത്തിരി ഇപ്പം മൈൻഡ് ചെയ്തു. അപ്പോൾ ഇനി ഞാൻ എൻ്റെ വേൾഡ് ഇച്ചിരൂടെ എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ എനിക്ക് 2 മഷ്റൂം കാവിനെ കിട്ടി. എനിക്കൊരു 2 ഷീപ്പിനെ കിട്ടിയിരുന്നു. പക്ഷേ ഒരു ഷീപ്പിനെ ഞാൻ അടിക്കുന്നതിന് മുമ്പേ മഷ്റൂം കാവിനെ തട്ടി അത് തറയാണ്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇതിനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് പോകും. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡേ ആവാൻ പോവുകയാണ്. നമ്മൾ ഉറങ്ങാതാണ് ഇത്രയും ഈ ഫസ്റ്റ് ഡേ ഫുൾ ചെയ്ത്. നമ്മളിതൊരു കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കിയില്ല, അല്ലായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ വേൾഡിനെ നല്ല വലുതാക്കായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഞാൻ എങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും വർക്കാവുന്നില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ട്യൂട്ടോറിയൽ കണ്ടിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കറിയാം, ഞാൻ നേരത്തെ വേറെ 1 ബ്ലോക്ക് പണ്ട് കളിക്കുന്നത് ഞാൻ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഈ 1 ബ്ലോക്ക് എന്തുകൊണ്ടാണ് വർക്കാകത്തെന്ന് അറിയില്ല. കാരണം ഒത്തിരി 1 ബ്ലോക്ക് മോഡ്സ് പഴയ മൈൻക്രാഫ്റ്റ് മാത്രമേ ഇപ്പോൾ സപ്പോർട്ട് ആകത്തുള്ളൂ. ഇതേ ഉള്ളൂ ലേറ്റസ്റ്റ് വെർഷനിലോട്ട് അപ്ഡേറ്റ് ചെയ്ത്. പിന്നെ നമുക്ക് ഒരു 1 ബ്ലോക്ക് അല്ല മൈൻ കോയിൻ കൊടുത്ത് വാങ്ങിക്കാം. പക്ഷെ പൈസ ആയിട്ട് ചിലവാക്കുന്നു. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ആരും പൈസ ചിലവാക്കും. നമ്മുടെ പോലെ ഇത്രയും നമ്മളിപ്പോൾ ആക്കിയിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ചെസ്റ്റും കിട്ടിയായിരുന്നു. അതിൽ നിന്ന് എനിക്ക് കുറച്ച് ഡർട്ട് കിട്ടിയായിരുന്നു, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും കിട്ടിയില്ല. എൻ്റെ പിക്കാക്സ് അല്ല, എൻ്റെ ആക്സ് പൊട്ടി. ഇച്ചിരി ഒന്ന് സൈഡ് മാറുമോ? അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയും കാണത്തുള്ളൂ. അല്ലാതെ ഓക്കെ നമുക്ക് വേറെ ഷീപ്പിനെ കിട്ടി. ഓക്കെ തറ വീഴില്ല പ്ലീസ് തറ വീഴില്ല. പിന്നെ ലഭിക്കോ? ഇങ്ങോട്ട് പോ. അത്രയേ ഉള്ളൂ ഗൈസ്, നമുക്ക് അടുത്ത പൂള് കിട്ടി. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇതിൻ്റെ അടുത്ത സീരീസ് ഇനി ഞാൻ ഇപ്പോഴൊന്നും ഇറക്കത്തില്ല. കാരണം നമ്മുടെ ഫസ്റ്റ് ടൈം എക്സാം തുടങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇനി ഇപ്പോഴൊന്നും എടുക്കത്തില്ല. ആരുടെ അങ്ങോട്ട് മുന്നിൽ കയറി നിൽക്കുന്നു. പിന്നെ ഈ ഷെയറിൻ്റെയും പിന്നെ ഈ 1 ബ്ലോക്കിൻ്റെയും വേണേൽ നിങ്ങൾ എന്നോട് കമൻറ്റ് അയച്ചാൽ മതി. ഞാൻ ഇതിൻ്റെ ലിങ്ക് അയച്ചു തരാം. പിന്നെ ഞാൻ 1 ബ്ലോക്കിൻ്റെ നമ്മുടെ ഈ സീരീസ് കഴിയുമ്പോൾ മാത്രമേ അയച്ചു തരുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേ ലൈറ്റിൻ്റെ നോർമൽ വേണമെങ്കിൽ നോർമൽ ചോദിക്കുക, ലൈറ്റ് വെർഷൻ വേണമെങ്കിൽ ലൈറ്റ് വെർഷൻ ചോദിക്കുക. ഞാൻ എൻ്റെ ലിങ്ക് കമൻസിലോ അല്ലെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിലല്ല കമൻസിൽ ഇട്ട് തന്നേക്കാം. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ.